കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഭരണം നിഷ്ക്രിയമെന്ന് കെ.പി.സി.സി സെക്രട്ടറി സി.സി. ശ്രീകുമാർ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ഭരണവും ജില്ലാ പഞ്ചായത്ത് ഭരണവും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിട്ടും ഒരു വികസന പ്രവർത്തനവും നടത്താത്ത അപൂർവം ചില പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്താണ് കണ്ടാണശ്ശേരി പഞ്ചായത്തെന്നും സി.സി. ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തരംതാണ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തയ്യാറല്ല. തന്റെ നോമിനേഷൻ എങ്ങനെയാണ് വാലിഡ് എന്ന് അതിന്റെ അരഞ്ഞാൻ ചരൽ വരെ കൈപ്പിടിച്ചുകൊണ്ടാണ് ഈ മൈക്കുമായി ഇതിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന് ഉദ്യോഗസ്ഥർ, നേരത്തെ ഷാജു തരകന്റെ സംസാരം കേട്ടപ്പോഴേക്ക് അതിന്റെ ഒരു ആസക്തി മനസ്സിലായത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ഡി.സി.സി സെക്രട്ടറി വി. വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി.ജെ. സ്റ്റാൻലി മുഖ്യാതിഥിയായി. പഞ്ചായത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക, തകർന്നടിഞ്ഞ പഞ്ചായത്ത് റോഡുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കുക, പ്രതിപക്ഷാംഗങ്ങളോട് കാണിക്കുന്ന അവഗണന നിർത്തലാക്കുക, ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കളിസ്ഥലം നവീകരിക്കുക, നമ്പഴിക്കാട് ഹെൽത്ത് സെന്ററിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. റൂബി ഫ്രാൻസിസ്, ജെയ്സൺ ചാക്കോ, എം.കെ. അപ്പു, എ.എം. മൊയ്തീൻ, കെ.എച്ച്. ഇക്ബാൽ, കെ.കെ. അഷ്റഫ്, ഷെൽബിൻ മറ്റം, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ലിയ ജോജോ, സിമി സ്റ്റെൽസൺ, ആൻലി ജി.ബി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.